പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ പക്കലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും വിവിധ സമയങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ആരാധിച്ചിടുന്നിതാ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. നോക്കി എല്ലാവരും ചെല്ലുവാണ്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ
സ്വന്തമേ അങ്ങേമാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേമാറിൽ ചായുന്നു ഞാൻ. കരങ്ങൾ വീശിയോട് ചേർന്ന് ശക്തിയോട് ചേർന്ന് ഉടമ്പടി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം കർക്കശ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒപ്പിച്ച് ആ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ആൻസറബിൾ ആകണത്, പ്രെയർ ആൻസറബിൾ ആകണത് പലപ്പോഴും നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജി ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് കാര്യം ഉടമ്പടിയിൽ ചൊല്ലുന്ന ഏർപ്പാടൊക്കെ 40% ഉള്ളൂ. ബാക്കി 60% ചെയ്യുന്ന സുവിശേഷ വേലകളാണ്. ചെയ്യുന്ന സുവിശേഷ വേല ഈ ദിവസങ്ങളിൽ വന്ന ഒരു സാക്ഷ്യമാണ് അനിലിൻ്റെ സാക്ഷ്യം. അപ്പോൾ അതൊക്കെ മനസ്സിൽ കേൾക്കുക, പേര് കേൾക്കുമ്പോൾ അറിയാം ഇത് നോൺ ക്രിസ്ത്യൻ ആണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അനിലിൻ്റെ സാക്ഷ്യം എന്താണ്? 6 തവണ IELTS എഴുതി തോറ്റുപോയതാണ്. 2 വർഷമായെന്ന് തോന്നി എഴുതാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ 2 വർഷമായിട്ടും എഴുതി തോറ്റുപോയി. അപ്പം അതുകൊണ്ട് പിന്നെ ആരോ ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ആ സാക്ഷ്യം കേട്ടിട്ട് അനന്ത് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒറ്റ മാസത്തിനുള്ളിൽ IELTS പാസ്സായി വിസ പ്രോസസ്സ് ചെയ്ത് ആ 1 മാസം നമുക്ക് ലൈറ്റ്നിങ് സ്പീഡാണ് വന്നത്. പിന്നീട് ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം, അനന്തുവിൻ്റെ സാക്ഷ്യം.
ഈ സാക്ഷ്യം അപ്പം ഞാൻ നോക്കി എന്തുകൊണ്ട് ഇത്രയും 6 IELTS എഴുതിയിട്ട് തോറ്റ ആൾ ഇത്രയും ലാഗിങ് വന്നിട്ട് എങ്ങനെയാണ് ഈ ഒറ്റ മാസം കൊണ്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയെന്ന്. ഷാർപ്പ് ലൈറ്റ്നിങ് അല്ല, ലൈറ്റ്നിങ് സ്പീഡ് വന്നു. ഉടമ്പടി ശരിക്കും സ്പീഡിൻ്റെ ഒരു പ്രോജക്റ്റാണ്. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞ് ഉടനെ സ്പീഡ് ഉണ്ടാകത്തില്ല. സ്പീഡാക്കണം നമ്മളാണ്. അപ്പം ഞാൻ നോക്കിയ സാക്ഷ്യത്തിൽ അനന്തു എന്നാ ചെയ്തതെന്ന് നോക്കി. അപ്പോൾ അനന്തു ഇടുക്കിക്കാരനാണ്. പക്ഷേ പുള്ളിക്കാരൻ കൃപാസനം പത്രവും ഇടുക്കി മുതൽ കാഞ്ഞിരപ്പള്ളി വരെ കൊണ്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? വ്യത്യാസം കണ്ടില്ലേ? അതാണ് വിഷയം. അപ്പോൾ ദൈവം നോക്കേണ്ടത് ഈ സത്യസന്ധതയാണ്. നീ കാത്തലിക്കാണ്, CSI ആണ്, നോൺ ക്രിസ്ത്യൻ ആണ് എന്നല്ല നോക്കണത്. സത്യം നീ ദൈവത്തിരുസന്നിധിയിൽ എങ്ങനെ വ്യാപരിച്ചു? സത്യത്തിൽ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സത്യത്തിലും വിശുദ്ധിയിലുമാണ് വ്യാപരിക്കേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. സക്കറിയ പ്രവചനങ്ങൾ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 70 മുതലുള്ള തിരുവചനങ്ങൾ. ലുക്ക 1-ാം അധ്യായം 70 മുതലുള്ള തിരുവചനങ്ങൾ. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പോൾ ഉടമ്പടിയിൽ വരേണ്ട ശുശ്രൂഷ സക്കറിയ പ്രവാചകൻ സ്നാപക യോഹന്നാൻ്റെ അപ്പനാണിത് പറയണത്. ഉടമ്പടി അനുസരിച്ച് വരേണ്ട ശുശ്രൂഷ വിശുദ്ധിയിലും നീതിയിലുമാണ്. റീഡ് ഇറ്റ് അഗൈൻ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി. ഒന്ന് പറഞ്ഞേ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പോൾ whether you are Christian or a non-Christian, that doesn't make anything in the concept of ഉടമ്പടി covenant. അവിടെ എന്താ പ്രശ്നം? അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായാൽ മതി. എബിലിറ്റി ടു ഇൻവെസ്റ്റ്. അവിടെ നിങ്ങളുടെ വിശ്വാസം നിക്ഷേപിക്കാനുള്ള കഴിവ്, നിക്ഷേപക്ഷമത എന്താണ്? അത് 2 കണ്ടൻറ്റ് ബേസിക് ഉണ്ട്. എന്താണ്? ഒന്ന്, വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധിയിലാണ് ഇത് ചെയ്യേണ്ടത്. വിശുദ്ധി എന്ന് പറയുമ്പോൾ ശാരീരിക വിശുദ്ധി മാത്രമല്ല, മാനസിക വിശുദ്ധിയുണ്ട്, ആത്മീയ വിശുദ്ധിയുണ്ട്. ഇപ്പം ശെമയോൻ ആദിമസഭയിലെ ശെമയോൻ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ശെമയോൻ പണം കൊടുത്തിട്ട് ഈ കഴിവ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി, എനിക്ക് തരാൻ വേണ്ടി ശെമയോൻ പത്രോസിനോട് യാചിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിലെ സഭയിൽ പ്രവർത്തിക്കുന്ന കഴിവുകളെ, കൃപകളെ നമുക്ക് വേണമെങ്കിൽ പണം കൊടുത്ത് അടിച്ചു മാറ്റാം എന്ന് ധരിക്കുന്ന ആൾക്കാർ ഇന്നല്ല, പണ്ടുകൊണ്ടായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 8:18. അപ്പോസ്തലപ്രവർത്തനം 8:18. അപ്പോസ്തലന്മാരുടെ
അപ്പോസ്തലന്മാരുടെ കൈവയ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതാണ് പ്രശ്നം. ഉടമ്പടി എടുത്താൽ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് മറ്റുള്ളവർ സാക്ഷ്യം പറയണ പോലെ പറയാവുന്ന നിങ്ങൾ വിദ്യാധാരണ ഉണ്ടാക്കരുത്. കാരണം ഈ കണ്ടീഷൻ വെരിഫൈ ചെയ്യണം. എന്താ ഇപ്പം ശമയോന് സംഭവിച്ചിരിക്കണത്? നീ പറയണത് ആലപ്പുഴ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു, അതനുസരിച്ചിട്ട് സ്പൃശ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ലക്ഷ്യം ശമയോൻ എന്താ ഉദ്ദേശിക്കുന്നത്? ശമയോന് ഭൗതിക അയാൾ നേരത്തെ മന്ത്രവാദം ചെയ്തിരുന്ന ആളാണ്. മന്ത്രവാദം പണി കൊണ്ട് കുറേ കാശുണ്ടാക്കിയിരുന്നത്. ഈ ഉടമ്പടി കൊണ്ട് നിങ്ങളോ ഞങ്ങളോ ഇതുപോലെ ഭൗതിക നേട്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അത് വരാൻ വിഷയം എന്താണ്? അവസാനം പറഞ്ഞ വാക്ക് എന്താ? അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം ദൈവ തിരുസന്നിധിയിൽ ശുദ്ധമല്ല. അതുകൊണ്ടാണ് സക്കറിയ പ്രവാചകൻ പറയണത്, എന്താ പറയണത്? നിന്റെ മുമ്പാകെ വിശുദ്ധിയിലും, തമ്മിൽ ഇന്റർകണക്റ്റഡ് ആ വേർഡ്, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ. ഇപ്പം ഉടമ്പടി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ്, അല്ലാതെ പ്രാർത്ഥിക്കുകയല്ല. ഉടമ്പടി ചെയ്ത വ്യക്തികൾ പിന്നെ എന്താ ചെയ്യണത്? ശുശ്രൂഷയാണ് ചെയ്യണത്. ശുശ്രൂഷ എവിടെയാണ് ചെയ്യണത്? നിങ്ങളുടെ നാട്ടിലാണ്, നിങ്ങളുടെ വീട്ടിലാണെന്ന് പറയരുത്. ആരുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യണത്? വീട്ടിലായാലും നാട്ടിലായാലും അടുക്കളയിലായാലും അരങ്ങത്തായാലും ചെയ്യണത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ തൻ്റെ മുമ്പിൽ പറഞ്ഞ് വായിച്ചോളൂ. പരിശുദ്ധിയിലും നീതിയിലും. അതാണ് തൻ്റെ മുമ്പിൽ പറഞ്ഞ് പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പൊ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിന്റെ പിന്നിലുള്ള ദൈവിക ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവ തിരുസന്നിധിയിൽ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുക. അപ്പം നിങ്ങളോട് ചെയ്യണം, നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഉടമ്പടി എടുത്തത്? അപ്പോൾ നിങ്ങൾ ഉടനെ ചാടിക്കരപ്പോൾ എഴുതാം IELTS പാസ്സായെന്ന് പറയരുത്. അപ്പം തന്നെ IELTS നോക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ദൈവിക ലക്ഷ്യത്തിനാണ് ആദ്യം അടിവരയിടേണ്ടത്. എന്തിനാണ് ഉടമ്പടി എടുത്തത്? അത് മകളെ കെട്ടിക്കാനാണ്, അപ്പോഴും പോയി. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? വസ്തു വയ്ക്കാനാണ്, അപ്പോഴും പോയി. എന്തിനാണ് ഉടമ്പടി എടുത്തത്? എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പറഞ്ഞേ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ. ഈ ഒരൊറ്റ ഉത്തരമാണ് കറക്റ്റ്. അപ്പം നമ്മളെ ഉടമ്പടി ഇന്നു മുതൽ ചെയ്യണ കാര്യങ്ങൾ പരിശുദ്ധിയിലാണോ നീതിയിലാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ നല്ല ശരിക്കും ഇങ്ങോട്ട് ടൈം ഷോർട്ടേജ് ചെയ്യണ സംഭവം. കാര്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത് ടൈം ഷോർട്ടണിങ് ആണ്. ഈ ടൈം ഷോർട്ടണിങ് സംഭവിക്കണത് എങ്ങനെയാണെന്ന് അറിയാമോ? പ്രസൻസ് ഫീൽ ചെയ്യുമ്പോഴാണ്. വേറെ ഒരു പാക്കേജിനും ഇല്ലാത്ത പരിശുദ്ധ കുർബാന ഒഴിച്ച് വേറെ ഒരു കവനൻറ്റിനും അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കും ദൈവം വാഗ്ദാനം പ്രസൻസ് തന്നിട്ടില്ല. ഒരു പ്രസൻസ് ഉള്ളത് 18-20 18-20 ആ 18-20 ഉള്ള പ്രസൻസ് കവനൻ്റൽ പ്രസൻസാണ്. മത്തായി 18-20 എടുത്തേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 18-20 എന്തെന്നാൽ
രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ കണ്ടീഷനിലാണ് ആ പ്രസൻസ്. എന്താണ് മത്തായി 18:20 എന്താ പറയണത്? എന്തെന്നാൽ ഒന്നോ രണ്ടോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അത് വാഗ്ദാനമാണ്. ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് വാഗ്ദാനമാണ്. പക്ഷേ എവിടെയാണ് അവിടുത്തെ പ്രശ്നം? എൻ്റെ നാമത്തിലാണ് അവിടെ വിഷയം. നമുക്ക് വെറുതെ ഒരുമിച്ച് കൂടിയിട്ട് കാര്യമില്ല. വെറുതെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അയൽക്കൂട്ടത്തിൽ കൂടുന്ന പോലെ ഇരിക്കും. അതാണ് നമ്മുടെ സംഭവം. വെറുതെ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് അവിടെ കൂടണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉടമ്പടി ചെയ്യുന്നത് പോകുന്നവർ, നാട്ടിലുള്ളവരെ ഒരുമിച്ച് കുറേ പേരുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കി അവിടെ അഖണ്ഡ ജപമാല പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ പ്രസൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഒത്തിരി പേര് എല്ലാ രാജ്യങ്ങളും തന്നെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. നമ്മളവിടെയൊക്കെ വീഡിയോ അവർ പ്രാർത്ഥന അവിടെ അഖണ്ഡ ജപമാല നടത്തുന്ന വീഡിയോ അവരയച്ചു തന്നിട്ട് നമ്മൾ അപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങൾക്കത് ചെയ്യാം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കവനൻ്റിലായിരിക്കുന്നവർ, ഉടമ്പടിയിലായിരിക്കുന്നവർ, ദൈവമായിട്ട് കരാറിലായിരിക്കുന്നവർ ഇവിടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതാണ് അവർ പറയുന്നത്. എൻ്റെ നാമത്തിൽ ഈശോ പറയുന്നുണ്ട്. എൻ്റെ നാമത്തിൽ ആണ് നമ്മൾ കൂടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. എൻ്റെ മുമ്പിലെന്ന് പറഞ്ഞ കാര്യം അതാണ് സാധാരണ ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി. അപ്പം നീതി, വിശുദ്ധി എല്ലാം നമ്മൾ ആന്തരിക ശോധന ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ നീതിയിലാണ് ഈ സംഭവം ചെയ്യണത്, സത്യത്തിലാണോ? കാര്യം സത്യവും എന്ന് പറയുമ്പോഴേ സുവിശേഷ വിഹിതമായ സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞത് കാത്തലിക്സ് ആണെങ്കിൽ നിങ്ങളെ കുമ്പസാരിച്ചിട്ട് ചെയ്യണം. നോൺ കാത്തലിക്സ് അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ആത്മാവിൻ്റെ വിശുദ്ധി ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. അതുകൊണ്ട് ഈ കാര്യം ഇത് സ്പീഡപ്പ് ആകാൻ വേണ്ടി അങ്ങനെ പറയണത്. നിർഭാഗ്യവശാൽ ഈ അച്ഛനെ കാണാൻ വരുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവർ പോലും ഉന്തിത്തള്ളി കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ കൃപാസനത്തിൽ ഈ കലവര് പോലും കയറ്റാൻ പറ്റാത്ത ആൾക്കാരെയാണ്. ഞാൻ ഇന്നലെ കൊറോണത്തിനെ പിടിച്ചു. ഞാൻ പറഞ്ഞു അവിടെ നിപ്പ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് പിശാചാണല്ലോ. ഞാൻ പറഞ്ഞു നീ ഉടമ്പടിയുടെ എന്നാ ബന്ധം? ഒരു ബന്ധവുമില്ല. അമ്മയെടുത്ത് ഞാൻ പറഞ്ഞ സാധനത്തിനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ ഉടമ്പെടുത്ത് നിങ്ങൾ ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെയും കൊണ്ടുവരണത് അവരെ കുമ്പസാരിപ്പിച്ചിട്ട് കുർബാന സ്വീകരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ആണ് കൊണ്ടുവരേണ്ടത്. ചുമ്മാ ഉറങ്ങിക്കിടക്കണതിനെ വെളുപ്പിനെ വിളിച്ച് വലിച്ചു നേപ്പിച്ചിട്ട് അവിടെ കിടന്ന് ഇടി പന്നിയെ കപ്പലിൽ കയറുന്ന പോലെ അമ്മയും മകളും നമ്മൾ ഇടിയാണ്. ഞാൻ ഒരു കണക്ക് ഇവിടെ വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രവേശിച്ച് ചെയ്യും. അങ്ങനെ കൊണ്ടുവന്നൊരു കഥയില്ല. ഒന്നാമത്തെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഈ സ്റ്റഫിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, പിന്നെ നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി. കാര്യം ഇതിൻ്റെ തല കവിഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ളവർ, അമ്മമാർ, അവർ മക്കളുടെ ആധ്യാത്മികത സംശയമുള്ള അമ്മമാർ ഇവിടെ കൂടെ വന്നിട്ട് അവരുടെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. കൂടെ ഒരാൾ കൂടി നിന്ന് പ്രെയർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, പ്രെയർ സപ്പോർട്ട് ചെയ്യും. കാര്യം ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായിട്ട് വരുന്ന വിഷയമാണ്. നമ്മൾ ഇപ്പോൾ അനന്തു എന്താ ചെയ്തത്? ഇടുക്കിയും കാഞ്ഞിരപ്പള്ളിയും തമ്മിൽ എന്നാ ദൂരമാണ്, 2 ജില്ലയല്ലേ. എന്നിട്ട് ഇത്രയും ദൂരെ പോയിട്ട് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്, ദൂരെ വരെ പോയിട്ട്? അത് സത്യത്തിലാണ് ചെയ്യണത്, സത്യത്തിലും സ്നേഹത്തിലുമാണ് ചെയ്യണത്. അപ്പം ദൈവത്തിന് സത്യമാണെന്ന് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയോ വഴക്ക് പറയുകയോ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിത് കുറച്ചുകൂടി ക്ലിയറായിട്ടാണ് ഈ സംഭവം സത്യത്തോടെയാണ്, സ്നേഹത്തോടെയാണ്, നീതിയോടെയാണ്, വിശുദ്ധിയോടെയാണ് ചെയ്യണമെങ്കിലേ ഇത്രയും പുതുക്കേണ്ട ഒരു കാര്യമില്ല. ആദ്യമേ വർക്കൗട്ട് ചെയ്യും. അതെന്താ ഞാനങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേൽ ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാകും. ബൈബിളിലുള്ള സംശയങ്ങളെ നമുക്ക് ഉണ്ടാകത്തുള്ളൂ, പുതിയ സംശയങ്ങളൊന്നുമില്ല. ഇപ്പം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചില ആൾക്ക് സംശയം ഉണ്ടാവും. പ്രസൻസിനെ കുറിച്ച് സംശയം ഉണ്ടായപ്പോഴും ഉടമ്പടി എടുത്ത്, പക്ഷേ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാകും. എല്ലാവർക്കും അല്ല,
കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും. ചിലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ ചിലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഒരു ഇന്നർ കൂൾനെസ് അങ്ങോട്ട് വരും. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയണത്. ഭയങ്കര പ്രശ്നത്തിലായിരിക്കും വരണത്. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ വാഗ്ദാന പേടകത്തിൽ കൊണ്ടുവന്ന് കരാറ് ഉടമ്പടി പ്രമാണം നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഇന്നർ കൂൾനെസ് അവർ ഫീൽ ചെയ്യും. 2 സാക്ഷി ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ട്, ഒറ്റ ദിവസം ഉണ്ടായിരുന്നതാണ്. ഒരു ആന്തരികമായ ഒരു തണുപ്പ്, എന്നിട്ട് എല്ലാം ശരിയാകും എന്നുള്ള ഒരു ആന്തരിക ബോധ്യം ആരോ ഉള്ളിലിരുന്ന് പറയണ പോലെ. അത് അത്ര സാക്ഷികൾ ഉടമ്പടിക്ക് മാത്രമേ ഉള്ളൂ. ആരോ ഉള്ളിൽ നിന്ന് പറയുന്നു, ആരോ നമ്മുടെ കൂടെ വരുന്നു എന്ന് തോന്നണം, ആരോ നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നണം. അങ്ങനെ പ്രസൻസ് ഫീലിംഗ്. ചില സമയത്ത് ചിലർക്ക് ഇതുപോലെ ഒരു സംശയം വരും. ഓ, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ, അതില്ല, എൻ്റെ കയ്യിരിപ്പ് എനിക്കറിയാമില്ല. അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നിങ്ങളുടെ കയ്യിരിപ്പ് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അനുതാപം ഉണ്ടായാൽ മതി. നിങ്ങളുടെ കയ്യിരിപ്പ് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ശപിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ദുഃഖമുണ്ടായാൽ മതി. കാര്യം അത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പം അഭിഷേകം ഉണ്ടാവും. ഉടമ്പടി ഒരു സത്യത്തിൻ്റെ ആരാധനയാണ്. കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആൻ റോസ് ടോം. ഞാൻ എരുമേലിയിൽ നിന്ന് വരുന്നു. ഞാൻ ഒക്ടോബർ 5-ാം തീയതി 2023 ഉടമ്പടി വന്നെടുത്തു. എനിക്ക് ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം, ഞാൻ +2 കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയ്ക്ക് തുടർ പഠനത്തിന് പോകാനായിട്ട് നോക്കുകയായിരുന്നു. പക്ഷേ ആദ്യം തൊട്ടേ തടസ്സങ്ങളായിരുന്നു. മെയ്യിൽ എക്സാമൊക്കെ എഴുതുന്നതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പ്രോസസ്സിങ് തുടങ്ങിയപ്പം തടസ്സങ്ങളായിരുന്നു. ജൂലൈയിൽ നോക്കി, അതിന് തടസ്സം വന്നു. അത് കഴിഞ്ഞ് നവംബറിലെ നോക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഒക്ടോബർ 5-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. അന്നേ ദിവസം എനിക്ക് ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി ധ്യാനമെല്ലാം കൂടിക്കഴിഞ്ഞിട്ട് മാതാവിനെ വഹിച്ചുകൊണ്ട് വരുന്നതുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് അവിടെ വെച്ച് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരുവാണെങ്കിൽ മാത്രം എനിക്ക് മാതാവിനെ തരണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ മുമ്പോട്ട് പോകത്തുള്ളൂ, അല്ലേ ഞാൻ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കറക്റ്റ് ഇതെടുത്തപ്പോഴത്തേക്ക് മാതാവിനെ വഹിക്കാനായിട്ടുള്ള കൃപ കിട്ടി. അപ്പോഴേ ഞാൻ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ കാര്യം നടക്കും. തടസ്സങ്ങൾ വന്നാലും അവസാനം എങ്ങനെയാണെങ്കിലും മാതാവ് നടത്തി തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് 28 എന്നുള്ളൊരു ഡേറ്റ് മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഓർത്തു നവംബറിൽ പോകണമല്ലോ, അപ്പോൾ ഒക്ടോബർ 28 എൻ്റെ വിസ വരുമായിരിക്കുമെന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ചു പോയി. ഒക്ടോബർ 24 ആയപ്പോഴത്തേക്ക് ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു പ്രോസസ്സിംഗ് ഉണ്ട് GT, അത് റിജക്ഷൻ വന്നു. ആകെപ്പാടെ സങ്കടമായി. പിന്നെ പ്രാർത്ഥനയിൽ കുറവ് വന്നു. അന്ന് എനിക്ക് തോന്നുന്നു 24 തൊട്ട് ഞാൻ അധികം ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒക്ടോബർ 26 എൻ്റെ അനിയനൊരു സർജറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ 28 അവർ ഡിസ്ചാർജായി വന്ന വഴിക്ക് അവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അത് കറക്റ്റ് 28 എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു. അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് ഉള്ളം കയ്യിൽ കാത്ത് സംരക്ഷിച്ചു. അന്ന് ഞാൻ റാലിക്ക് പോയി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പോൾ എനിക്കിത് കേട്ടപ്പോഴേ മനസ്സിലായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അമ്മ പറഞ്ഞതെന്ന്. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ജനുവരി 8-ാം തീയതിയാണ് എൻ്റെ വിസയ്ക്ക് വെച്ചത്. കുറേ റിജക്ഷൻസൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. ഞാൻ ഒത്തിരിയൊന്നും പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. കാരണം നവംബറിൽ നടന്നില്ല, ഡിസംബറിലാണെങ്കിലും കുറച്ച് ഈ നമുക്ക് ITRൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വരാൻ തുടങ്ങി. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത് ബാങ്ക് ലോൺ. അതിൻ്റെ സമയത്താണെങ്കിലും എൻ്റെ സമയമായപ്പോൾ മാതാവ് ഒരാളെ കൊണ്ടുവന്ന് വെച്ച പോലായിരുന്നു. എൻ്റെ അച്ചാച്ചൻ്റെ കൂട്ടുകാരൻ മാനേജറായിട്ട്, ഞാൻ ചെന്ന അന്ന് മാനേജറായിട്ട് സ്ഥാനമേൽക്കുകയും എൻ്റെ കാര്യങ്ങളെല്ലാം എത്രയും വേഗത്തിൽ അത് ചെയ്തു തരികയും ചെയ്തു. അങ്ങനെ ജനുവരി 8-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. ഇന്നലെ എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് തോന്നുന്നുണ്ടായിരുന്നു സാക്ഷി എഴുതണമെന്ന്. പക്ഷേ എന്തോ എഴുതാൻ തുടങ്ങും, പിന്നെ നിർത്തും. ഇന്നലെ എന്തോ എഴുതണം. ഞാൻ സാക്ഷ്യം യൂട്യൂബിൽ കേട്ടോണ്ടേ എൻ്റെ സാക്ഷ്യം ഞാൻ എഴുതുമായിരുന്നു. സാക്ഷ്യം എഴുതി കഴിഞ്ഞ് ഞാൻ സാക്ഷ്യത്തിൽ എഴുതിയായിരുന്നു എനിക്ക് ജനുവരി 26. ഞാൻ അന്ന് രാവിലെ അമ്മയോടും പറഞ്ഞു, അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട്, അന്വേഷണം എന്താ വരാത്ത എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, വരും അമ്മേ, ജനുവരി 26 എന്നുള്ളൊരു ഡേറ്റ് 26-ന് മുമ്പ് വന്നിരിക്കും.
അങ്ങനെ ഇന്നലെ ഞാൻ സാക്ഷ്യം ഒരു പേപ്പറിൽ, ഞാൻ ഇവിടെ വന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന സാക്ഷ്യം ഒരു പേപ്പറെ ഞാൻ എഴുതി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ വന്നു എന്ന് പറഞ്ഞ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു. പിന്നെ അതുകൂടാതെ എനിക്ക് ഒരു മാതാവിൻ്റെ പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ പ്രാർത്ഥനയുടെയും തുറന്നു വരുമ്പോൾ നമുക്ക് ഓരോ കോട്ടുകളും ഓരോ ദിവസത്തിൻ്റെ ഓരോ ചിന്തകൾ നമുക്ക് തരും. അങ്ങനെ ഞാൻ ഈ വിസ വെച്ചതിൻ്റെ പിറ്റേ ദിവസമായപ്പോൾ തന്നെ അതൊന്ന് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് 19, എനിക്കിങ്ങനെ ഡേറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. അത് ശരിക്കും സംഭവിക്കാറുള്ളത് തന്നെയാണ്. ആ ഡേറ്റിൽ എന്തെങ്കിലും നടക്കുമായിരുന്നു. അപ്പോൾ 19 എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു, ജനുവരി 19 എൻ്റെ വിസ വരുമായിരിക്കും. അന്ന് വന്നില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 19 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വരുമെന്നായിരിക്കും അമ്മ പറഞ്ഞത്. അങ്ങനെ അതിൽ ഉറച്ച് വിശ്വസിച്ച് എനിക്ക് ഇന്നലെ ഞാൻ സാക്ഷി എഴുതി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിസ വന്നു. ഞാൻ അമ്മയ്ക്ക് ഇവിടെ വാക്ക് കൊടുത്തതായിരുന്നു, ഞാൻ വിസ വരുന്നതിൻ്റെ പിറ്റേ ദിവസം വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന്. അങ്ങനെ അമ്മ മാതാവ് വളരെ നല്ല കൃപ നൽകി. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിക്ക് വയ്യാണ്ടിരിക്കുവാണ്. അപ്പോൾ ബെഡ് സോർ വന്നപ്പം ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അതും കുറഞ്ഞു. പിന്നെ എന്ത് പ്രശ്നമോ അല്ലെങ്കിൽ എന്ത് സങ്കടങ്ങളോ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാഴിക വന്നാൽ ഈ തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എനിക്ക് ആദ്യമേ ഒന്നും കൃപാസനത്തോട് വിശ്വാസമില്ലാത്ത ആളായിരുന്നു. അമ്മ എന്നും കൃപാസനത്തിൻ്റെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറയും, എന്തിനാ എല്ലായിടത്തും മാതാവുണ്ടല്ലോ, അങ്ങനൊരു ചിന്താഗതിക്കാരിയായിരുന്നു. പിന്നീട് എൻ്റെ ഈ കാര്യങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഇത് ഓരോ സാക്ഷ്യങ്ങളൊക്കെ പിള്ളേരുടെയൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കും പതിയെ പതിയെ വിശ്വാസം തുടങ്ങി. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ ധ്യാനം കൂടാൻ തുടങ്ങിയതും. എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആദ്യം പ്രത്യക്ഷം വന്നു, വീണ്ടും വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നമുക്ക് പോയി ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അമ്മ മാതാവ് വഴിയാണ് ഈ കൃപകളെല്ലാം എനിക്ക് ലഭിച്ചത്. പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും വളരെയധികം ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, കരുണക്കൊന്ത ചൊല്ലാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്, ബൈബിൾ വാക്യങ്ങൾ എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എല്ലാം ചെയ്ത് എൻ്റെ ജീവിതത്തിലാണെങ്കിലും വളരെയധികം മാറ്റങ്ങൾ വന്നു. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇനിയും പ്രാർത്ഥിച്ച് മാതാവ് വഴി എല്ലാം സാധിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.